ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ള സഹോദരിമാരെ, നാം എല്ലാവരും ക്രിസ്മസിൻ്റെ ഒരുക്കത്തിനായി ശ്രമിക്കുകയാണല്ലോ. തിരുസഭ നമ്മെ അതിനായി ക്ഷണിക്കുന്നു. നമ്മൾ തിരുസഭയോടൊപ്പം വളരെ സന്തോഷത്തോടുകൂടി കാലയളവിൽ ചെലവഴിക്കുവാൻ ശ്രമിക്കുന്നു. ഉണ്ണീശോ ഏറ്റവും ആഗ്രഹിക്കുന്നത് അലങ്കരിച്ച് നമ്മൾ ബാഹ്യമായിട്ടുള്ള ആഡംബരങ്ങളിൽ മുഴുകി മനോഹരമായ പുൽക്കൂടുണ്ടാക്കി അതിൽ ഈശോയെ കിടത്തുന്നതിലല്ല. പിന്നെയോ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയങ്ങളിൽ സൽകൃത്യങ്ങളാകുന്ന പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച നല്ലൊരു പുൽക്കൂട് ഉണ്ടാക്കി അതിൽ ഈശോയെ കിടത്തുന്നതിലാണ് ഈശോയ്ക്ക് സന്തോഷം. അതിനാൽ നമുക്ക് ഈ ആഗമന കാലത്തിൽ ധാരാളം സൽകൃത്യങ്ങളാകുന്ന പുഷ്പങ്ങൾ ഉണ്ടാക്കാം. പരസ്നേഹത്തിൻ്റെയും ആശയടക്കത്തിൻ്റെയും ആത്മസംയമനത്തിൻ്റെയും ഒക്കെ നിമിഷങ്ങളിൽ സന്തോഷത്തോടുകൂടി അവ ഓരോന്നും ഏറ്റെടുത്ത് സ്വീകരിച്ചുകൊണ്ട് ധാരാളം സൽകൃത്യങ്ങളാൽ നമ്മുടെ ഹൃദയത്തിൽ ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു പുൽക്കൂടുണ്ടാക്കി നമുക്ക് കാത്തിരിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ അതായത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 29 മുതൽ 37 വരെയുള്ള ഭാഗങ്ങളാണ് നമുക്ക് ധ്യാനിക്കാൻ സഭ തരുന്നത്. നമുക്കൊന്നുകൊണ്ടും നിരാശപ്പെടേണ്ട കാര്യമില്ല. അവിടുത്തെ പ്രത്യാശ വെച്ചാൽ മാത്രം മതി. ഈശോ പ്രസംഗിച്ച് നടന്ന് ക്ഷീണിച്ച് ഒരു മലയുടെ മുകളിൽ കയറിയിരിക്കുമ്പോൾ ഈശോ എവിടെയുണ്ടെന്ന് കേൾക്കുമ്പോൾ ആ കേൾക്കുന്ന സ്ഥലത്തേക്ക് ജനങ്ങൾ തിങ്ങിക്കൂടുകയായിരുന്നു. ഈശോ ആ ഓരോ സമയത്തും ആ സമൂഹത്തിലുണ്ടായിരുന്ന ഓരോ മക്കളുടെ മുഖത്തേക്ക് നോക്കി അവരുടെ വിഷമതകളും ബുദ്ധിമുട്ടുകളും ക്ഷീണവും അവസ്ഥയെല്ലാം മനസ്സിലാക്കി ഈശ്വരനോട് പറയുന്നു, ഈ മക്കളെ കണ്ടിട്ട് എനിക്ക് വളരെയധികം സഹതാപം തോന്നുന്നു. കാരണം ഇവർ 3 ദിവസമായി എൻ്റെ കൂടെ തന്നെ ആയിരുന്നു. ഭക്ഷണമൊന്നും കൂടാതെ പറഞ്ഞു വിട്ടാൽ ഇവർ വഴിയിൽ ക്ഷീണിച്ചു പോകും, തളർന്നു പോകും. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് അവരോട് ആവശ്യപ്പെടുന്നു. ശിഷ്യന്മാർ പറയുകയാണ്, ഈ മരുഭൂമിയിൽ അവരുടെ മാനുഷികമായ ആ അവസ്ഥയിൽ അവർ പറയുന്നു, ഈ മരുഭൂമിയിൽ ഇത്രയും പേർക്കുള്ള ആഹാരം കൊടുക്കാൻ നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഈശോ അവരോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അവർ പറഞ്ഞു, 7 അപ്പവും ഏതാനും കുഞ്ഞു മീനുകളും മാത്രം ഉള്ളത് നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരും. അവരുടെ കയ്യിലുണ്ടായിരുന്ന അപ്പവും മീനും കൊടുത്തു. ഈശോ ഉടൻ തന്നെ അതിനെ ആശീർവദിച്ച് മുറിച്ച് അപ്പസ്തോലന്മാരുടെ കൊടുത്ത് അവർക്ക് വിളമ്പി കൊടുത്ത് ഭക്ഷണം കഴിക്കാൻ. അവർ വിളമ്പി എല്ലാവരും ഭക്ഷണം തൃപ്തരായി കഴിച്ച ശേഷം ബാലൻസ് 7 കൂട്ടം നിറയെ ബാലൻസ് വന്നു. ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ഏതവസ്ഥയിലും ഈശോ നമ്മളെ നമുക്ക് തണലുമാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ വരുന്ന ക്രിസ്മസിൻ്റെ ഈശോ വരുമ്പോൾ നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ ആ കാര്യങ്ങളെല്ലാം അവിടുത്തോട് പറയുകയും അവിടുത്തേക്ക് നമ്മുടെ കയ്യിലുള്ള സകലതും സമർപ്പിക്കുകയും പൂർണ്ണ സന്തോഷത്തോടെ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ നമുക്കൊന്നിനും നമ്മുടെ മരണം വരെ കുറവുണ്ടാകുകയില്ല. അത് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഈ ക്രിസ്മസിന് നമുക്ക് വേണ്ട വിധത്തിൽ ഒരുങ്ങാം.